അല്ല, ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് ഒരു ഇടപാടുകളും നിൽക്കാത്ത ഒരാളാണ് ഞാൻ. വളരെ സത്യസന്ധമായാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്കെതിരെ വന്ന ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എസ് പിക്ക് പരാതി നൽകിയത്. അത് നിയമപരമായിട്ടും പാർട്ടിയും അന്വേഷിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗം. മാത്രമല്ല, കത്ത് പുറത്തു വന്നതായിട്ട് ഞാൻ ചാനലിൽ കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. ആ കത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പരിശോധിക്കട്ടെ, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള എനിക്കെതിരെയുള്ള പരാമർശം, അതെന്താണുള്ളത് കൃത്യമായി പരിശോധിക്കും. നൂൽപ്പുഴയിലെ ഒരാളുടെ കയ്യിൽ നിന്ന് 7 ലക്ഷം വാങ്ങി, നൂൽപ്പുഴ ബാങ്ക് പ്രസിഡന്റ് വഴി 7 ലക്ഷം വാങ്ങി, അത് 2 ലക്ഷം തിരിച്ചു കൊടുത്തു. 5 ലക്ഷം വീണ്ടും കൊടുക്കാനില്ല, അത് ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ വ്യക്തമായി പറഞ്ഞത്. അല്ല, അതിൻ്റെ അകത്ത് അവരുണ്ടല്ലോ ഇപ്പോഴും. ഇടപാട് നടത്തിയ 2 പേര് മാത്രമേ ഇപ്പോൾ ഇല്ലാതെയുള്ളൂ. ബാക്കി ആളുകളൊക്കെ ഉണ്ടല്ലോ. അതിലെൻ്റെ റോൾ എന്താണുള്ളത് അവർ കൃത്യമായി പറയും. അല്ലാതെ ഒരു കത്തിൻ്റെ പേരിൽ അങ്ങനൊരു ആരോപണങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വ്യക്തമായി അന്നും ഇന്നും പറഞ്ഞല്ലോ, അങ്ങനൊരു ബാധ്യത അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് ഏതാണ്ടൊരു മാസത്തിൻ്റെ അടുത്തായി. എൻ്റെ ഫോൺ കോളുകളൊക്കെ പരിശോധിച്ചാൽ അറിയാമല്ലോ, എന്നെ ഏതൊക്കെ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, എപ്പോഴൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അറിയാൻ കഴിയുമല്ലോ. അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KPCC അത് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഞങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അതിലൊന്നും ഒരു ബന്ധങ്ങളൊന്നും അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും KPCC പുലർത്തില്ല. ഒരു പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കുക തന്നെ ചെയ്യും. അവരന്വേഷണം നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇനി KPCCക്ക് പരാതി ലഭിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2019 2022 KPCC നേതൃത്വത്തിന് വിജയൻ കത്തെഴുതി. ആ കത്തിലൊക്കെ പറയുന്നത് IC ബാലകൃഷ്ണൻ പേരുകളാണ്. അന്നൊക്കെ ഈ കത്ത് പോയ വിവരം അറിയാം. അല്ല, ഞാൻ അന്നൊക്കെ ഈ കത്ത് പോയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടുമല്ലോ. എൻ്റെ പേര് വ്യാജേന എഴുതി ചേർത്ത് അങ്ങനെ ഒരു കത്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ. ഏറ്റവും വലിയ തെളിവ് എന്താണ്? നിങ്ങൾ ഏത് ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുക. ഇന്ന് പണം കൊടുത്തെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നിവിടെ ഉണ്ടല്ലോ. ഏതെങ്കിലും ടീമായിട്ട് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ, പണം വാങ്ങിച്ചിട്ട് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായി നിയമപരമായുള്ള അന്വേഷണത്തിന് നേരിടാമെന്ന് തീരുമാനമെടുത്തത്. അല്ലെ, ഞാൻ തീരുമാനിക്കില്ലല്ലോ. ഞാൻ ഒരിക്കലുമില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ NM വിജയേട്ടൻ പാർട്ടിയിൽ DCC പ്രസിഡൻ്റ് ഒരു ട്രഷറർ മാത്രമല്ലല്ലോ, 32ഓളം ജനറൽ സെക്രട്ടറിമാരുണ്ട്, KPCC ഭാരവാഹികളുണ്ട്, KPCC മെമ്പർമാരുണ്ട്. ആരോടെങ്കിലും പറയില്ലേ? സ്വാഭാവികമായൊരു പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുക. അതിനൊരു സംവിധാനമില്ലേ പാർട്ടിക്ക്? ആ സംവിധാനം അനുസരിച്ചാണല്ലോ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ച്, വയനാട് ജില്ലാ കോൺഗ്രസിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ കത്ത് നിങ്ങളൊക്കെ ചാനലുകളിൽ വിട്ട ആ വാർത്തകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കത്ത് കാണട്ടെ, പരിശോധിക്കട്ടെ. കത്ത് നിയമപരമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരൊരു കത്ത് പുറത്ത് വന്നതിനെ കൊണ്ട് മാത്രം ഒരാളതിൻ്റെ ഭാഗമാകില്ലല്ലോ.
അത് കൃത്യമായി അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കട്ടെ. ഈ കത്തില് ഇപ്പോൾ പാർട്ടി കടങ്ങൾ കാണണം, അതായത് അദ്ദേഹത്തിന്റെ ബാധ്യത മുഴുവൻ പാർട്ടി ഏറ്റെടുക്കുന്ന തരത്തിലൊരു പരാമർശം ഉണ്ടല്ലോ അതിനകത്ത്. സ്വാഭാവികമായിട്ട് ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കടങ്ങളാണ്, പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടങ്ങളാണെന്ന തരത്തിലല്ലേ തെളിയുന്നത്? അല്ല, അതൊക്കെ പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. ഉപജാപക സംഘം വിജയിപ്പിക്കുന്നുണ്ടെന്നുള്ള നിലവിലെ കത്തിൽ 2 പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലചന്ദ്രൻ, അതോടൊപ്പം KT ഗോപിനാഥ്. താങ്കൾ പറഞ്ഞ ഉപജാപക സംഘത്തിൽ ഈ 2 പേരാണ് ഉള്ളത്. അല്ല, ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്താനോ പറയാൻ ആഗ്രഹിക്കുന്നത് അന്നും ഇന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാണല്ലോ അന്വേഷണ സംഘം. അവരന്വേഷിക്കട്ടെ. ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ, എനിക്കുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ തെളിയിക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് വരട്ടെ, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. അതാണ് പറയുന്നത്. അല്ല, അതൊന്നും ഞാൻ അങ്ങനെ എന്നെ ആരും ടാർഗറ്റ് ചെയ്യാറില്ല. വിജയന്റേതായി പുറത്തു വന്നിട്ടുള്ള കത്തിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. ആ കത്ത് എൻ വിജയന്റേത് അല്ലാന്നാണോ വിചാരിക്കുന്നത്, അതോ ആ ഒരു പേര് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കത്തിനെ ഞാൻ കുറച്ച് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ കത്ത് പരിശോധിക്കട്ടെ. ആ കത്ത് പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ആ സംവിധാനം അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യട്ടെ. അത് ഈ 10 ദിവസം കഴിഞ്ഞ് കത്ത് വന്നോണ്ടാണോ ഇങ്ങനെ സംശയം തോന്നാൻ കാരണം? അല്ല, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. നിയമനത്തിന് കോഴ വാങ്ങി എന്നത് IC അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വാങ്ങി, അങ്ങനെ DCCയിൽ ബന്ധപ്പെട്ട് ആരും വാങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു അന്വേഷണത്തിന് വേണ്ടി കത്ത് കൊടുത്ത് നിൽക്കുന്ന സമയത്ത്, പരാതി കൊടുത്ത് നിൽക്കുന്ന സമയത്ത്, അതേപോലെ വിജിലൻസ് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വാദമെന്ന് പറയുന്നത്, ഞാൻ ഇതേപോലുള്ള കോഴകൾ വാങ്ങാനോ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കാനോ ഈ നിമിഷം വരെ ഞാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് ഞാൻ SP-ക്ക് കത്ത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതാണ് പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ച് താങ്കളുടെ ഓഫീസിലേക്ക് നടന്നിരുന്നു. വലിയ രീതിയിലുള്ള ഓഫീസിനകത്തേക്ക് ഒരു മാർച്ചിലാണ് അത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ല, പ്രതിഷേധങ്ങൾ ഉയരട്ടെ. അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അറിയാലോ, എന്നെ കുറേയായി CPM വേട്ടയാടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അന്നും അവർ പറഞ്ഞല്ലോ, IC ബാലകൃഷ്ണൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണം, കോടികൾ സമ്പാദിച്ചു, അന്വേഷിക്കട്ടെ. ഞാൻ അന്നും പറഞ്ഞല്ലോ, അന്വേഷിക്കട്ടെ. കേരള ഗവൺമെൻറ്റിന്, ഗവർണർക്ക് എല്ലാ വർഷവും ഓരോ MLA-മാരുടെയും, പ്രതിപക്ഷമല്ല ഭരണപക്ഷം എല്ലാ MLA-മാരുടെയും ആസ്തി വളരെ കൃത്യമായി ഓരോ വർഷത്തെ റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അത് സത്യസന്ധമാണ്, ഒന്നും വെള്ളം ചേർക്കാറില്ല. അന്നും ഇന്നും പറയുന്നുണ്ടല്ലോ അവർ. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയരട്ടെ. അതിനൊന്നും ഒരു തർക്കവും എന്നെ സംബന്ധിച്ചില്ല.